Hi friends, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ വീണ്ടും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കാണുന്ന വങ്കട എന്നൊക്കെ പറയുന്ന മീനാണ്. ഇത് വറുത്തരച്ച് കറി വയ്ക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ, നമുക്കിതൊന്ന് കഴുകിയെടുക്കാം വൃത്തിയായിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് മീനൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ചിറക് ഒക്കെ ഇങ്ങനെ അരിഞ്ഞ് കളയാം. രണ്ട് സൈഡും ഈ ചിറകും അല്ലെങ്കിൽ മുള്ളുണ്ടാവും. ആ ഭാഗം നമ്മൾക്ക് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇതിന് നല്ല കട്ടിയുള്ള തൊലിയാണ്. അപ്പോൾ ഈ തൊലി നമുക്ക് വലിച്ച് കളയണം. ഈ കാണുന്ന പോലെ നമുക്ക് വലിച്ച് കളഞ്ഞാൽ മതി. കട്ടി കൂടുതലാണ് ഇതിൻ്റെ തൊലിക്ക്. എടുക്കണ്ടേ? ഇതിൻ്റെ വാല് നമുക്ക് വെട്ടിക്കളയാം. ഇതിൻ്റെ തല കട്ട് ചെയ്ത് കളയാം. ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീൻ കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. കട്ടിയുള്ള തൊലി ചെയ്തായിരുന്നേ കുറച്ച് ടൈം എടുത്തു. ഓക്കെ, ഇത് ഈ കാണുന്നതിൻ്റെ മുട്ടയാണ്. ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് കറിയിലേക്ക് ഇടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം വൃത്തിയായിട്ട്. ഓക്കെ, മീനൊരു 4-5 തവണ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ കുറച്ച് മല്ലി മുളകൊക്കെ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ചട്ടി വെച്ച് കൊടുക്കാൻ പോണേ. ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായേണ്ടത് ആദ്യം നമുക്ക് കുറച്ച് മല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി നമുക്ക് വറുത്തെടുക്കണം.
കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് നമുക്ക്. ഉള്ളി, പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഉള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു 30 അല്ലി ഉള്ളിയാണ് നമ്മൾ അരിയാൻ പോണത്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഒരു 4 പച്ചമുളക് നമുക്ക് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പോൾ കറി വയ്ക്കാനുള്ള ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, മൺകലം. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അരിഞ്ഞു വെച്ച ഇഞ്ചി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ടേ. ഇനി നമ്മൾ ഇതിലേക്കായിട്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണേ. ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ നേരത്തെ മുളക് മല്ലിയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 6 അല്ലി കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളവും കുടംപുളിയും കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പോരങ്ങ നോക്കിയിട്ടിടാം. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം കുറച്ച് നേരം. കാരണം വെച്ചാൽ ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് ഇതിൻ്റെ മൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഗ്രേവി തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീനൊക്കെ ഗ്രേവിയിൽ കറക്റ്റ് മുങ്ങിക്കിടക്കുന്ന വിധം നമ്മൾ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കണം. കാരണം ഇത് കുറച്ച് വേവ് കൂടിയ മീനാണ്, അപ്പോൾ കുറച്ചധികം നേരം വേവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ മീൻ അടുപ്പത്തിട്ടിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ കറി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് നോക്കാൻ പോണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വറുത്തരച്ച വങ്കട മീൻ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. പൊറോട്ട കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോണത്. പൊറോട്ട നമ്മൾ ഉണ്ടാക്കിയല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.